ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓർഗനൈസേഷണൽ കൾച്ചർ. സോ എന്താണ് ഓർഗനൈസേഷണൽ കൾച്ചർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓർഗനൈസേഷണൽ കൾച്ചർ എന്താണ്, ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷണൽ കൾച്ചർ? Organizational culture is a system of shared assumptions, values and beliefs which governs how people behave in organization. So, ഒരു ഓർഗനൈസേഷനിലെ പീപ്പിൾ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ്, എംപ്ലോയീസ് അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്ന് ഗവേൺ ചെയ്യുന്ന കുറച്ച് ഷെയർഡ് അസംഷൻസ്, വാല്യൂസ്, ബിലീഫ്സ്, ഒരു സം ടോട്ടൽ ഓഫ് ഷെയർഡ് അസംഷൻസ്, വാല്യൂസ്, ബിലീഫ്സ്, ഇതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷണൽ കൾച്ചർ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അവിടുത്തെ മെമ്പേഴ്സ്, ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ, അതിപ്പോൾ അവരുടെ വർക്ക് റിലേറ്റഡ് ബിഹേവിയർ ആയിരിക്കാം, അവരുടെ വർക്ക് പെർഫോമൻസ് ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷണൽ കൾച്ചർ ഇൻക്ലൂഡ്സ് ഓർഗനൈസേഷൻസ് എക്സ്പെക്റ്റേഷൻസ്, എക്സ്പീരിയൻസസ്, philosophy and values that hold it together. അതപ്പം ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ്, ഓർഗനൈസേഷൻ്റെ എക്സ്പീരിയൻസസ് ആവാം, അവരുടെ ഫിലോസഫി ആകാം, വാല്യൂസ് ആകാം. പിന്നെ ഇതെവിടെയാണ് വരുന്നത്? ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ്സ് സെൽഫ് ഇമേജ്, inner workings, interactions with the outside world and future expectations. സോ ഈ പറയുന്ന ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻസ് ആകാം, എക്സ്പീരിയൻസ് ആവാം, ഫിലോസഫി ആകാം, വാല്യൂ ആയിരിക്കാം. ആൻഡ് ഇതെവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഓർഗനൈസേഷൻ കൾച്ചർ? അവരുടെ ഇമേജ്, അവരുടെ സെൽഫ് ഇമേജ്, അവരുടെ ബ്രാൻഡിങ്ങിൽ അത് എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട്. ഇന്നർ വർക്കിംഗ്, അവരുടെ ഇന്നർ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കൾച്ചർ. ഇൻട്രാക്ഷൻസ് വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡുമായിട്ട്, അതായത് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, സപ്ലയേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ജനറൽ പബ്ലിക് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, കോമ്പറ്റീറ്റേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ ഇൻട്രാക്ഷൻസ് വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡിലും അവരുടെ കൾച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ്. സോ ഇതിലെല്ലാം തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അവരുടെ എക്സ്പെക്റ്റേഷൻസ് ആകാം, എക്സ്പീരിയൻസ് ആകാം, ഫിലോസഫി ആകാം, വാല്യൂസ് ആകാം. ഓക്കെ, തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, customs, written and unwritten rules that have been developed over time and are considered valid. Okay, so organization culture എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കസ്റ്റംസ്, റിട്ടൺ ആയിട്ടുള്ള റൂൾസ് ആകാം, അൺറിട്ടൺ ആയിട്ടുള്ള റൂൾസ് ആകാം. അപ്പം ഇതെല്ലാം തന്നെ ഡെവലപ്ഡ് ഓവർ ടൈമാണ്. കൾച്ചർ എന്ന് പറയുന്നത് തന്നെ ഇവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതെപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ പറയുന്ന ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്ഡ് ഓവർ ടൈം ആയിരിക്കും ആൻഡ് ആർ കൺസിഡേർഡ് വാലിഡ്, എല്ലാവർക്കും വാലിഡും അക്സെപ്റ്റബിളും ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. സോ എന്തൊക്കെയാണ്? ഷെയർഡ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്, കസ്റ്റംസ്, പിന്നെ റിട്ടൺ ആൻഡ് അൺറിട്ടൺ റൂൾസ് ആണ്. പിന്നെ ഇതെല്ലാം തന്നെ ഡെവലപ്ഡ് ഓവർ ടൈം ആയിരിക്കും. ഒരു ഓർഗനൈസേഷനിലെ കൾച്ചർ എന്ന് പറയുന്നത് അത് സ്ലോലി ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് ആർ കൺസിഡേർഡ് വാലിഡ്, അതായത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യവും ആയിരിക്കും. So these shared values have a strong influence on the people in the organization and dictate how they dress, act and perform their jobs.
ഞാൻ ആദ്യമേ പറഞ്ഞു ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ എക്സ്പെക്റ്റേഷൻസും ആണെന്ന്. സോ അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഷെയർഡ് വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ ആ കൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ദ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവർ ഡിക്റ്റേറ്റ് ചെയ്യും ഹൗ ദേ ഡ്രസ് ഇൻ ദ സെൻസ് കമ്പനീസിലെ ഏതൊരു ഓർഗനൈസേഷനിൽ നോക്കിയാലും ഒരു ഡ്രസ് കോഡ് ഉണ്ടാവത്തില്ലേ. അപ്പോൾ അതാണ് അവരുടെ എക്സ്പെക്റ്റേഷനാണ് അവർ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞ് അവർ പറയുന്നത്, അവരുടെ പോളിസിയാണത്. അപ്പോൾ ഹൗ ദേ ഷുഡ് ഡ്രസ് ഫോർ ദെയർ വർക്ക്, അവർ ജോബിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വരുമ്പോൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ആക്ട് ചെയ്യണം, ആൻഡ് പെർഫോം ദെയർ ജോബ്സ്, അവരുടെ ജോബ് പെർഫോമൻസ് എങ്ങനെ ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ദ പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ every organization develops and maintains a unique culture which provides guidelines and boundaries for the behavior of the members of the organization. സോ എല്ലാ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് കൾച്ചർ ഉണ്ടായിരിക്കും. ഈ കൾച്ചർ എന്താ ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റ് പോയിന്റിലെ പറഞ്ഞു, വിച്ച് ഗവേൺസ് ഹൗ പീപ്പിൾ ബിഹേവ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ഗവേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. It provides guidelines and boundaries for the behavior of members. ഇപ്പോൾ ഗൈഡ് ലൈൻസ്, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൗണ്ടറി, എന്ത് പാടില്ല അല്ലെങ്കിൽ ഇവിടെ ലിമിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ബൗണ്ടറീസും ഈ പറയുന്ന ഓർഗനൈസേഷൻ കൾച്ചർ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഓർഗനൈസേഷണൽ കൾച്ചറിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ കൾച്ചർ ഇസ് ഹൗ ഓർഗനൈസേഷൻസ് ഡു തിങ്. എങ്ങനെ ഒരു ഓർഗനൈസേഷൻ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഹൗ ദേ ഡു തിങ്സ്, അതിപ്പം അവരുടെ ബിഹേവിയർ ആയിക്കോട്ടെ, അവരെ എംപ്ലോയീസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതായിക്കോട്ടെ, കസ്റ്റമേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതായിക്കോട്ടെ, അവരുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നായിക്കോട്ടെ, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നതായിക്കോട്ടെ, എന്തിൽ തന്നെ ആയിക്കോട്ടെ, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ കൾച്ചറാണ്. അതാണ് പറഞ്ഞത് ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് ഹൗ ഓർഗനൈസേഷൻസ് ഡു തിങ്സ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. So characteristics of organizational culture. First one എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് വിത്ത് കൾച്ചേഴ്സ് that place a high value on innovation encourage their employees to take risk and innovate in the performance of their jobs. അതായത് ചില കമ്പനീസ് ഇന്നോവേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കമ്പനീസ് ആയിരിക്കും. അപ്പം ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് റിസ്ക്കും കൂടുതലായിരിക്കും. കാരണം പുതിയ ഐഡിയാസ് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളുള്ളതുകൊണ്ട് അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരിക്കും. സോ കമ്പനീസ് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവർ റിസ്ക്കും ബിയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ബിയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അവർ എംപ്ലോയീസിനോട് ഇന്നോവേഷൻസ്, അതായത് പുതിയ ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനീസ് ആയിരിക്കും. ഓക്കെ, അതായത് കമ്പനീസ് വിത്ത് കൾച്ചേഴ്സ് ദാറ്റ് പ്ലേസ് എ ലോ വാല്യൂ ഓൺ ഇന്നോവേഷൻ എക്സ്പെക്ട് ദെയർ എംപ്ലോയീസ് ടു ഡു ദെയർ ജോബ്സ് the same way that they have been trained to do them without looking for ways to improve their performance. അപ്പം ചില കമ്പനീസ് ആണെങ്കിൽ ലോ വാല്യൂ ആണ് കൊടുക്കുന്നത്, അതായത് ലോ പ്രയോറിറ്റിയാണ് ഇന്നോവേഷന് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കമ്പനീസ് എന്ത് ചെയ്യും, അവർ റിസ്ക് എടുക്കാനൊന്നും തയ്യാറല്ല. അപ്പോൾ അവർക്ക് ഇന്നോവേഷനൊന്നും വേണ്ട, എംപ്ലോയീസ് എങ്ങനെയാണോ ട്രെയിൻ ചെയ്തത് അതുപോലെ തന്നെ അവരുടെ ജോലികൾ ചെയ്താൽ മതി, പുതിയ രീതികളൊന്നും കൊണ്ടുവരാനായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ ദേ വുഡ് എക്സ്പെക്ട് ദെയർ എംപ്ലോയീസ് ടു ഡു ദ
do their jobs in the same way that they have been trained to do them. എങ്ങനെയാണോ അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ അവരുടെ ജോലികൾ ചെയ്താൽ മതി എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഇന്നൊവേഷനും റിസ്ക് ടേക്കിങ്ങിനും ലോ വാല്യൂ കൊടുക്കുന്ന കമ്പനീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, ഇന്നൊവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അതായത് പ്രെസിഷൻ ഓറിയൻറ്റേഷൻ. This characteristic of organizational culture dictates the degree to which employees are expected to be accurate in their work. A culture that places high value on attention to detail expects its employees to perform their work with precision. A culture that places a low value on this characteristic does not. അപ്പം അറ്റൻഷൻ ടു ഡീറ്റെയിൽ അല്ലെങ്കിൽ പ്രസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർക്കിലുള്ള ആക്യുറസി, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ അല്ലെങ്കിൽ പ്രസിഷന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എങ്ങനെയായിരിക്കും? എംപ്ലോയീസിനോട് അവർ വളരെ ആക്യുറേറ്റ് ആയിട്ട് അവരുടെ വർക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ എക്സ്പെക്റ്റേഷൻ. ആൻഡ് ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന് വളരെ ലോ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലോ അവർക്കധികം വലിയ ആക്യുറസി ഒന്നും വേണ്ട എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് വൺ. ദെൻ തേർഡ് വൺ, ഔട്ട്കം ഓറിയൻറ്റേഷൻ. Companies that focus on results but not on how the results are achieved place a high emphasis on this value of organizational culture. അപ്പം ഔട്ട്കം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ റിസൾട്ട് ഓറിയൻറ്റേഷനാണ്. ഓക്കെ, സോ റിസൾട്ട് വേണം, അതായത് ഫോക്കസ് ഓൺ റിസൾട്ട് ബട്ട് നോട്ട് ഓൺ ഹൗ ദ റിസൾട്ട്സ് ആർ അച്ചീവ്ഡ്. അപ്പം ഇങ്ങനെയുള്ള കമ്പനി ആയിരിക്കും ഇതിന് ഹൈ എംഫസിസ് കൊടുക്കുന്ന ഔട്ട്കമ്മിന്. അതായത് അവർക്ക് എങ്ങനെ ഈ റിസൾട്ട് അച്ചീവ് ചെയ്തു എന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും റിസൾട്ട്സ് അച്ചീവ് ചെയ്ത് കിട്ടണം. അങ്ങനെയുള്ള കമ്പനീസ് ആയിരിക്കും ഔട്ട്കം ഓറിയൻറ്റേഷന് ഹൈ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസ് എങ്ങനെയായിരിക്കും? എ കമ്പനി ദാറ്റ് ഇൻസ്ട്രക്ട്സ് ഇറ്റ്സ് സെയിൽസ് ഫോഴ്സ് to do whatever it takes to get the sales orders has a culture that places high value on the emphasis on outcome characteristics. അപ്പം സെയിൽസ് ഫോഴ്സിനോട് പറയാം, നിങ്ങൾ എന്ത് വേണം ചെയ്തോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കൊണ്ടുവരണം, കുറച്ച് സെയിൽസ് ഓർഡേഴ്സ് കൊണ്ടുവരണം. അങ്ങനെ പറയുന്ന കമ്പനികളൊക്കെ എന്തിനായിരിക്കും വാല്യൂ കൊടുക്കുന്നത്? ഔട്ട്കം, റിസൾട്ട് വേണം. ആ റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ അവരുടെ ഒരു കൺസേൺ അല്ല. സോ അതാണ് ഔട്ട്കം ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പെർഫോമൻസ് വെറുതെ വർക്ക് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് റിസൾട്ട്സ് അച്ചീവ് ചെയ്യണം. അത് എങ്ങനെയാണ് ആ റിസൾട്ട് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് ആ കമ്പനിയുടെ ഒരു കൺസേൺ അല്ല. അതാണ് ഔട്ട്കം ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ people orientation. Companies that place a high value on this characteristic of organizational culture place a great deal of importance on how their decisions will affect the people in their organizations. For these companies, it is important to treat their employees with respect and dignity. ഇപ്പോൾ പീപ്പിൾ ഓറിയൻറ്റേഷൻ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കമ്പനീസ് ആയിരിക്കും. അവരവരുടെ എംപ്ലോയീസിനെ വളരെയധികം വാല്യൂ ചെയ്യുന്ന, അവരെ വളരെ റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി കൊടുക്കുന്ന ഒരു കമ്പനി ആയിരിക്കും. അതായത് എങ്ങനെ കമ്പനി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവർ ചിന്തിക്കും ആ ഡിസിഷൻസിന് അവിടുത്തെ എംപ്ലോയീസിന് എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്, അവരത് അക്സെപ്റ്റ് ചെയ്യുമോ, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നും കൂടെ ചിന്തിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു കമ്പനിയായിരിക്കും. അതായത് അവിടുത്തെ എംപ്ലോയീസിന്, അവിടുത്തെ പീപ്പിളിന് കൂടുതൽ റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും, അല്ലെങ്കിൽ അവരുടെ ദേ ഹാവ് എ കൺസേൺ ഫോർ ദെയർ പീപ്പിൾ. അതാണ് പീപ്പിൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ടീം ഓറിയൻറ്റേഷൻ. Companies that organize work activities around teams instead of individuals place a high value on this
ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പോൾ ടീം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം വർക്കിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ വർക്കും ഉണ്ട്, ടീം വർക്കും ഉണ്ട്. അപ്പോൾ ചില കമ്പനീസ് ഇൻഡിവിജ്വൽ വർക്കിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, ചില കമ്പനീസ് ടീം വർക്കിനായിരിക്കും. അപ്പോൾ ടീം ഓറിയൻറ്റേഷന് കൂടുതൽ ഹൈ വാല്യൂ കൊടുക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ടീം വർക്കായിരിക്കും. അത് എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്ത് ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഫിലോസഫി ആയിരിക്കും ടീം ഓറിയൻറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസിന് ഉള്ളത്. അങ്ങനെയുള്ള കമ്പനീസ് So people who work for these type of companies tend to have a positive relationship with their co-workers and managers. അപ്പോൾ എപ്പോഴും ഒരു ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസിൽ അവരുടെ കോവർക്കേഴ്സും മാനേജേഴ്സും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും. കാരണം എല്ലാവരും തമ്മിൽ നല്ല പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ അവിടെ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. മാനേജേഴ്സും കോവർക്കേഴ്സും സബോർഡിനേറ്റ്സും ഒക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് രീതിയിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അവിടെ ഒരു ടീം ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ടീം ഓറിയൻറ്റേഷൻ കമ്പനീസ്. നെക്സ്റ്റ് വൺ, അഗ്രസീവ്നെസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ഓറിയൻറ്റേഷൻ. This characteristic of organizational culture dictates whether group members are expected to be assertive or easygoing. When dealing with companies, they compete within the marketplace. Companies with an aggressive culture place a high value on competitiveness and outperforming the competition at all cost. സോ അഗ്രസീവ്നെസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ എത്രമാത്രം കോമ്പറ്റീറ്റീവ് ആണ് അവരെന്നുള്ളത്. സോ വളരെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന് വളരെ ഹൈ വാല്യൂ കൊടുക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് അവർ ഭയങ്കര കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. വെൽ ഡീലിംഗ് വിത്ത് ദ കമ്പനീസ് ദേ കോമ്പീറ്റ് വിത്തിൻ ദ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ അവരുടെ സെയിം ഇൻഡസ്ട്രിയിൽ ഉള്ള മറ്റ് കമ്പനീസ്, അതായത് മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. എങ്ങനെയും അവരെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ മാർക്കറ്റ് ഷെയർ നമുക്ക് ഗെയിൻ ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള ടാർഗറ്റ്സോടുകൂടി വർക്ക് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും ഈ അഗ്രസീവായിട്ടുള്ള കമ്പനീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് ഓറിയൻറ്റേഷന് ഹൈ വാല്യൂ കൊടുക്കുന്ന കമ്പനീസ്. അവരെപ്പോഴും കോമ്പറ്റീഷനായിരിക്കും, അവരെപ്പോഴും അവരുടെ മറ്റ് കമ്പനീസുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് എങ്ങനെ അവരെ ഔട്ട് പെർഫോം ചെയ്യാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനീസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റൂൾ ഓറിയൻറ്റേഷൻ. A company whose culture places a high value on stability is rule-oriented, predictable, bureaucratic in nature. These type of companies typically provide consistent and predictable levels of output and operate best in non-changing market conditions. ഇപ്പോൾ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റൂൾ ഓറിയൻറ്റേഷന് ഹൈ വാല്യൂ കൊടുക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് അവരെപ്പോഴും റൂൾസ് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ടാകും. ആ റൂൾസിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കമ്പനി ആയിരിക്കും. അപ്പോൾ അവർ വളരെ പ്രഡിക്റ്റബിൾ ആയിരിക്കും, ബ്യൂറോക്രാറ്റിക് ആയിരിക്കും. കാരണം എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് റൂൾസിനനുസരിച്ച് മാത്രമായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രഡിക്റ്റബിളാണ്, ബ്യൂറോക്രാറ്റിക്കും ആയിരിക്കും. അപ്പം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ടായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കമ്പനീസ് എത്തരത്തിലുള്ള മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്? നോൺ ചേഞ്ചിങ്, അതായത് മാർക്കറ്റ് കണ്ടീഷൻസും സ്റ്റേബിൾ ആയിരിക്കണം. അതായത് മാർക്കറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവാത്ത കണ്ടീഷൻസിൽ അത്തരം കമ്പനീസ് നല്ല പെർഫോമൻസ് കാണിക്കും. കാരണം അവർ വളരെ പ്രഡിക്റ്റബിളും ആയിരിക്കും, റൂൾസ് ഓറിയൻറ്റഡും ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു തരം കമ്പനീസ് അല്ല, അവർ സ്റ്റേബിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസും അതുപോലെ ചേഞ്ച് ചെയ്യാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഇത്തരം കമ്പനീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. സോ ഇതിനെയാണ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റൂൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. Now, last one, customer orientation.
But these type of companies build up relationship with the customers and then adapt aggressive marketing strategies. It is the degree to which the management decisions take into consideration the effect of outcomes on the customers of the organization. സോ കസ്റ്റമർ ഓറിയൻറ്റേഷൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിന് ഹൈ വാല്യൂ കൊടുക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അവർ എന്ത് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പും അതിന് കസ്റ്റമേഴ്സിനുള്ള ഔട്ട്കം അല്ലെങ്കിൽ ഇഫക്റ്റ് എന്താണ് എന്ന് അവർ കൺസിഡർ ചെയ്യും. കസ്റ്റമേഴ്സുമായിട്ടുള്ള എപ്പോഴും അവർ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും കസ്റ്റമേഴ്സിനെ കുറിച്ച് ചിന്തിക്കും. അതായത് അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. അതായത് കസ്റ്റമേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും അവർ എടുക്കുന്നത്. അതായത് കസ്റ്റമർ റിലേഷൻ ബിൽഡിങ്ങിനായിരിക്കും അവർ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത്. അതാണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ കമ്പനീസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ 8 കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.